ഹലോ എവരിവൺ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഏതൊരു വിഷ്വലൈസറും തന്റെ വർക്ക് മാക്സിമം ഫോട്ടോ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും അല്ലെ. അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിക്കാറുണ്ട്. അത് മാക്സിമം എത്രത്തോളം എങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അതിന്റെ വർക്കില് ഫോട്ടോ റിയലിസം കൊണ്ടുവരേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ക്വാളിറ്റി ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. നിങ്ങളും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഒരു ഫോട്ടോ റിയലിസം മാക്സിമം നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഹൈ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ആവണമെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി നമ്മുടെ വർക്കിന് നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വർക്കിന്റെ ക്വാളിറ്റി നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ഏതൊരു വിഷ്വലൈസറും താൻ ചെയ്യുന്ന വർക്ക് മാക്സിമം പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് 90% ഓഫ് ടൈം വർക്കിംഗ് ടൈം സ്പെൻഡ് ആക്കുന്നത് ഒന്ന് മെറ്റീരിയൽസിന്റെ ആപ്ലിക്കേഷനിലും രണ്ടാമത് ലൈറ്റിംഗിലുമാണ്. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റീരിയൽ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. മെറ്റീരിയൽസ് അപ്ലൈ ചെയ്യാനും നിങ്ങൾക്കറിയാം, മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്കറിയാം, നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യം, എങ്ങനെ നമുക്ക് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസിനെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽസ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ടൈം വേസ്റ്റേജ് കുറെ വരുന്നുണ്ട്. അതൊക്കെ റിഡ്യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലെ. ഞാനിവിടെ ജസ്റ്റ് ഒരു ബോക്സ് വരയ്ക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വരച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മെറ്റീരിയൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണ്, മെറ്റീരിയൽ എഡിറ്റർ കൊണ്ടുവരും. ഞാനത് തന്നെയാണ് ചെയ്യുന്നത്. മെറ്റീരിയൽ എഡിറ്റർ എന്ത് ചെയ്ത് കൊണ്ടുവന്നു. ഈ മെറ്റീരിയൽ എഡിറ്റർ കൊണ്ടുവരുന്ന സമയത്താണ് നമ്മൾ വീറലൈറ്റിംഗ് ആണല്ലേ യൂസ് ചെയ്യുന്നത്. വീറലൈറ്റിംഗ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെയുള്ള മെറ്റീരിയൽ കംപ്ലീറ്റ് എന്ത് മെറ്റീരിയലാണ്, സ്റ്റാൻഡേർഡ് മെറ്റീരിയലാണ്. അപ്പൊ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ഈ ഒബ്ജക്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സ്റ്റാൻഡേർഡ് മെറ്റീരിയലിൽ ഇപ്പൊ എന്തെങ്കിലും ഷെയ്ഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിറ്റ് മാപ്പോ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിപ്പോ ഞാൻ ഇതിനേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റെൻഡർ ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി എന്തായിരിക്കും, നമ്മൾ വിചാരിച്ചിട്ട് അത്ര ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇത് കിട്ടില്ല. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുക. പക്ഷെ ഞാനിത് അപ്ലൈ ചെയ്യുന്നത് വീറ മെറ്റീരിയൽ ആണെങ്കിലോ, വീറ മെറ്റീരിയൽ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരിക. നിങ്ങൾ ചെയ്യുന്ന കാര്യം എങ്ങനെ തന്നെയായിരിക്കും, സ്റ്റാൻഡേർഡിൽ വരും. എന്നിട്ട് എന്തായിരിക്കും, ഇവിടെ വീറ ഉണ്ട്, വീറയിൽ വന്നിട്ട് വീറ മെറ്റീരിയൽ ആക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ ഡിഫ്യൂസിൽ വന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് വേണ്ട ഡിഫ്യൂസിലാണെങ്കിൽ ഡിഫ്യൂസ്, അതെല്ലാം നമ്മൾ ചെയ്യുന്നത് വേറെ ഏതിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്താണോ നമുക്ക് വേണ്ട കാര്യങ്ങൾ അത് നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് അപ്ലൈ ചെയ്യും. ഇങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത്. ചിലപ്പോൾ നമ്മൾ ബിറ്റ് മാപ്പ് ആയിരിക്കും കൊടുക്കുക, അതെന്തോ ആയിക്കോട്ടെ. മെറ്റീരിയൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഡിഫ്യൂസ് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ബിറ്റ് മാപ്പ് കൊടുക്കുന്നത്, എങ്ങനെയാണ് റിഫ്ലക്ഷൻ കൊടുക്കുന്നത്, എങ്ങനെയാണ് റിഫ്രാക്ഷൻ കൊടുക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് ഗ്ലോസിനെസ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെ ബംബ് അപ്ലൈ ചെയ്യാം, എങ്ങനെ ഡിസ്പ്ലേസ് അപ്ലൈ ചെയ്യാം, അതുപോലെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. മെറ്റീരിയൽ എഡിറ്ററിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി ഇത് എങ്ങനെയൊക്കെ സ്പീഡാക്കാം, എങ്ങനെയൊക്കെ ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു വന്നത്, ഇനി ഈ ഒരു സ്ലോട്ട് വീറ മെറ്റീരിയൽ ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, എഗൈൻ ഇതിന്റെ വീറ മെറ്റീരിയൽ സ്റ്റാൻഡേർഡിൽ വന്നിട്ട് വീറ മെറ്റീരിയൽ ആക്കണം. അതല്ലെങ്കിൽ ഇതിനെ ഇവിടെ നിങ്ങൾ ഡ്രാഗ് ചെയ്തിടണം. അതെ, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഡ്രാഗ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒക്കെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, പേര് മാറ്റി കൊടുക്കണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ എൻറ്റയർ സ്ലോട്ടും വീറ മെറ്റീരിയൽ ആക്കണമെങ്കിൽ നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത്, നമ്മൾ ഈ ഒരു മാക്സ് വിൻഡോ ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ ഈ എല്ലാ സ്ലോട്ടും വീറ മെറ്റീരിയൽ ആണെങ്കിൽ എത്രത്തോളം ബെനിഫിറ്റ് ആയിരിക്കും അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റത്തെ എന്റെ ടിപ്പ്. അപ്പൊ ടിപ്പ് നമ്പർ 1 ശ്രദ്ധിച്ചോളൂ. ഡീഫാൾട്ട് ആയിട്ട് നമുക്ക് എങ്ങനെ എല്ലാ മെറ്റീരിയലും വീറയാക്കി മാറ്റാം. നമ്മൾ ഒരു തവണ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെയും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് ക്ലോസ് ചെയ്യാണ്. കസ്റ്റമൈസിൽ വരിക. കസ്റ്റമൈസിൽ വന്നിട്ട് കസ്റ്റം UI ആൻഡ് ഡിഫാൾട്ട് സ്വിച്ചർ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ മാക്സ് ആണ് ഡിഫാൾട്ട് ആയിട്ട് കിടക്കുന്നത്. നമുക്ക് മാക്സ് അല്ല ഡിഫാൾട്ട് ആക്കിയിട്ട് കിട്ടേണ്ടത്. ഏതാണ്,
മാക്സ് വീറയാണ് അല്ലേ, നമ്മൾ മാക്സ് വീറയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മാക്സ് വീറയാണ് ഡീഫാൾട്ട് ആയിട്ട് കിട്ടേണ്ടത്. അതിന്റെ മാക്സ് വീറ ഡീഫാൾട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യുക, സെറ്റ്. അത് സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ വിൻഡോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ മെസ്സേജാണ് അവർ അയച്ചിരിക്കുന്നത്. ദ ഡിഫാൾട്ട് സെറ്റിംഗ് വിൽ ബി ടേക്ക് അഫക്ട് ദ നെക്സ്റ്റ് ടൈം യു റീസ്റ്റാർട്ട് 3ds Max വിൻഡോ. നിങ്ങൾ എപ്പോഴാണോ 3ds Max വിൻഡോ റീസ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഡിഫാൾട്ട് സെറ്റിംഗ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഓക്കെ, നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം അല്ലെ. ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇതിനെ ക്ലോസ് ചെയ്തു, സേവ് ചെയ്യുന്നൊന്നുമില്ല, ഇനി ക്ലോസ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 3ds Max വിൻഡോ ഓപ്പൺ ആക്കുകയാണ് കേട്ടോ. ഓപ്പൺ ആയിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പുതിയ മാക്സ് വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെറ്റീരിയൽസിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ. ഓക്കെ, ഞാനിവിടെ മെറ്റീരിയലിന്റെ സ്ലോട്ട് എടുത്തു. ഓക്കെ, ഈ മെറ്റീരിയൽ എടുത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കൂ എന്തൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഓരോ മെറ്റീരിയൽ ഓരോ കളേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല എല്ലാ മെറ്റീരിയൽ ഓരോ മെറ്റീരിയൽ സ്ലോട്ട് എന്തായിട്ട് മാറിയിട്ടുണ്ട്, വീറെ മെറ്റീരിയൽ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനിയപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ക്രിയേറ്റ് ചെയ്യാം, ഇതിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ പോയിട്ട് സ്റ്റാൻഡേർഡിൽ വന്നിട്ട് വീറെ മെറ്റീരിയൽ ആക്കി മാറ്റേണ്ട ഒരു ടൈം നിങ്ങൾക്ക് എന്താക്കേണ്ട ആവശ്യമില്ല, വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ ഈ മാക്സ് വിൻഡോ ക്ലോസ് ചെയ്തു എന്ന് വെച്ചോളൂ. അടുത്തൊരു മാക്സ് വിൻഡോ ഓപ്പൺ ആക്കി കഴിഞ്ഞാലും അതിനകത്തും ഇതുപോലെ തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ടിപ്പ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്പായിരിക്കുമല്ലോ അല്ലെ. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി കുറച്ചൊന്ന് ഇംപ്രൂവ് ചെയ്യാം അല്ലെ. ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. മെറ്റീരിയലിന്റെ ക്വാളിറ്റി മാത്രമല്ല ഇംപ്രൂവ് ആവുന്നത്, ഞാൻ ഗാമ കറക്ഷൻ ആണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഗാമ കറക്ഷൻ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ക്വാളിറ്റിയിൽ ഒരു നല്ലൊരു വേരിയേഷൻ വരുന്നുണ്ട്. അപ്പൊ ഗാമ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമൈസിൽ വരിക, പ്രിഫറൻസിൽ വരിക. പ്രിഫറൻസിൽ വന്നതിന് ശേഷം ഇവിടെ ഗാമ ആൻഡ് LUT എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിന്റെ ഇവിടെ ഈ ടിക്ക് എന്താക്കി കൊടുക്കുക, ഓഫാക്കി കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ചേഞ്ച് കണ്ടല്ലോ അല്ലെ. നേരത്തെ കുറച്ച് ഡിമ്മായിട്ട് നിന്നതിന്റെ മെറ്റീരിയലൊക്കെ കുറച്ചും കൂടി എന്തായിട്ട് മാറിയിട്ടുണ്ട്, കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ രണ്ടാമത്തെ ടിപ്പും ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ടിപ്പ്, ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്കൊരു വുഡിന്റെ സംഭവമാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം ഒരു വുഡിന്റെ ബിറ്റ് മാപ്പിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു വുഡിന്റെ ടെക്സ്ചർ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യും ഇല്ലേ. ഏതെങ്കിലും ഒരു വുഡിന്റെ ടെക്സ്ചർ, ഇപ്പൊ ഈ ഒരു വുഡിന്റെ ടെക്സ്ചർ ആണെങ്കിൽ ഈ ഒരു വുഡിന്റെ ടെക്സ്ചർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യും. എന്നിട്ട് നമ്മളൊരു ബോക്സോ ഇതുപോലെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരച്ചിട്ട് ഇതിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതിനെ അസൈൻ ചെയ്യും. കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ഇടണം കേട്ടോ. കേട്ടോ, ഇതിനെ ഇതിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെയല്ലേ ചെയ്യണത്. ഇനി ഇതിന് നിങ്ങൾക്ക് ഷൈനിങ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഷൈനിങ് കൊടുക്കണം. റിഫ്ലക്ഷൻ കൊടുക്കണമെങ്കിൽ റിഫ്ലക്ഷൻ കൊടുക്കണം. ഇതിന് ബമ്പ് കൊടുക്കണമെങ്കിൽ ബമ്പ് കൊടുക്കണം, ഡിസ്പ്ലേസ് കൊടുക്കണം. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെറ്റീരിയൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടത് ഗ്ലാസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് റിഫ്ലക്ഷനും റിഫ്രാക്റ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്താക്കും, ഗ്ലാസ് ആക്കി മാറ്റും. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടത് ഗ്ലാസ് ആണെങ്കിൽ ഇതേപോലെ തന്നെ ബിറ്റ് മാപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും, ഡിഫ്യൂസിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗ്ലാസ് ആക്കി മാറ്റും. ഇങ്ങനെ നമ്മൾ ഓരോന്നിലും ഇങ്ങനെ മെറ്റീരിയൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമുക്ക് എല്ലാ മെറ്റീരിയൽസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് നേരെ അങ്ങ് അപ്ലൈ ചെയ്താൽ പോരെ. അതിന്റെ ടിപ്പാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് VMPP4. VMPP4 എന്ന് പറയുന്നത് ഒരു പ്ലഗിനാണ്. വീറെ മെറ്റീരിയൽ പ്രീസെറ്റ് പ്രോ എന്ന് പറയുന്ന പ്ലഗിനാണ് VMPP4. ഈ VMPP4 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഷിഗർ ഷെയ്ഡേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതിനകത്ത് 979 മെറ്റീരിയലാണുള്ളത്, ഉണ്ടാക്കി വെച്ച മെറ്റീരിയലാണ്. നമുക്ക് നേരെ എടുത്തിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ. നമുക്കത് നോക്കാമല്ലോ അല്ലെ. അപ്പൊ ഈ VMPP4 ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലൈബ്രറി വരും. ഇതിനകത്ത് മെറ്റൽ, സെറാമിക്, കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ മെറ്റീരിയൽസ് ഉണ്ട്. ഇതിനൊക്കെ സബ് ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യാനും ഇതിനൊക്കെ സബ് ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കൊരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്ക് എടുക്കാം. ഓക്ക് മാറ്റാണ് ഞാൻ എടുത്തത്. ഇതിനകത്ത് സെമി ഗ്ലോസും ഗ്ലോസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേറെ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും എടുക്കാട്ടോ. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുക്കാന്നുള്ളൂ. ഓക്കെ, ഇതെടുത്തിട്ട്
ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഈ മെറ്റീരിയൽ എന്താണ് എടുക്കുക, നാച്ചുറൽ 2. ഇതിന് ഞാൻ എന്ത് ചെയ്യാൻ പോകാറിയോ, ഈ സ്ലോട്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇവിടെ അസൈൻ മെറ്റീരിയൽ എന്ന് പറയുന്ന സംഭവം കൊടുക്കുക. കുറച്ചേരം വെയിറ്റ് ചെയ്താൽ മതി. അപ്പം എന്തായിട്ടുണ്ടാകും, ഈ സ്ലോട്ട് മാറിയിട്ടുണ്ടാകും കേട്ടോ. ഈ സ്ലോട്ട് എന്തായിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ വേറൊരു ബോക്സ് വരയ്ക്കുകയാണ്. ഓക്കെ, ഇവിടെ വേറൊരു ബോക്സ് വരച്ചു. ഞാനിതിനെ ഇതിനകത്തേക്ക് എന്ത് ചെയ്യാണ്, അസൈൻ ചെയ്യാണ്. ഷോ ഷെയ്ഡഡ് മെറ്റീരിയൽ കാണിച്ചാലേ അത് കിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ ഇത് രണ്ടും നോക്കുക, ഈ രണ്ട് മെറ്റീരിയലും തമ്മിലുള്ള മാറ്റം നോക്കുക. ഏതിനാണ് കൂടുതൽ റിയലിസ്റ്റിക് ഫീല് വരുന്നതെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, ഇത് VMPP4 നമ്മൾ ചെയ്ത മെറ്റീരിയലാണ്, ഇത് വേറെ മെറ്റീരിയലാണ്. ഇതിനൊന്ന് ഞാൻ റെൻഡർ ചെയ്ത് കാണിച്ചു തരാം, ക്വാളിറ്റിയിലുള്ള ചേഞ്ചസ്. ഉണ്ടോ, ആ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എനിക്കൊന്ന് മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വേറൊരു മെറ്റീരിയൽ കൊടുക്കണം വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ VMPP4 ജസ്റ്റ് ഓപ്പൺ ആക്കി വയ്ക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുക്കേണ്ടത് സ്റ്റോൺ ആണെങ്കിൽ സ്റ്റോൺ, ഗ്രാനൈറ്റ് ഉണ്ട്, മാർബിൾ ഉണ്ട്, കുറേ ഉണ്ട്. അതിനകത്ത് ഗ്രാനൈറ്റ് ആണ് എടുക്കുന്നത്. ഗ്രാനൈറ്റിൽ ഈ അബ്സല്യൂട്ട് ബ്ലാക്ക് ആണെങ്കിൽ ഇത് എടുക്കുക, അസൈൻ മെറ്റീരിയൽ കൊടുക്കുക. അപ്പം നമ്മുടെ 3rd സ്ലോട്ട് എന്തായി മാറിയിട്ടുണ്ട്, ഗ്രാനൈറ്റ് ആയി മാറിയിട്ടുണ്ട്. എത്ര പെട്ടെന്നല്ലേ ഗ്രാനൈറ്റ് ആവുന്നതൊക്കെ. അപ്പോൾ നമുക്ക് ഗ്രാനൈറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വേറെ ബോക്സ് ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഈ ബോക്സിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഗ്രാനൈറ്റ് അപ്ലൈ ചെയ്യാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിന്റെ ടെക്സ്ചർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാപ്പ് സ്കെയിലാറോ അല്ലെങ്കിൽ UVW മാപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇതിൽ ഏതാണ് നിങ്ങൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാറുള്ളത്, ഏതിലാണ് നിങ്ങൾ കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്, അത് നിങ്ങൾ എടുത്തോളൂ കേട്ടോ. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളാണുള്ളത്. അപ്പോൾ മാപ്പ് സ്കെയിലറാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ബെറ്റർ എന്നുണ്ടെങ്കിൽ മാപ്പ് സ്കെയിലർ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ UVW മാപ്പ് ആണെന്നുണ്ടെങ്കിൽ UVW മാപ്പ് അപ്ലൈ ചെയ്യുക. എനിവേ അതെന്തായാലും ഇതിൽ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് VMPP4 അല്ലെങ്കിൽ V-Ray മെറ്റീരിയൽ പ്രീസെറ്റ് പ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പൊ എന്റെ 3ാമത്തെ ടിപ്പ് ഇവിടെ കഴിഞ്ഞു. ഇനി 4ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ PBR മെറ്റീരിയൽസിനെ കുറിച്ചിട്ട്. PBR മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ള കുറേ സൈറ്റ്സ് ഉണ്ട്. ഞാനിവിടെ 1-2 സൈറ്റ്സ് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ മെറ്റീരിയൽസിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ ചെയ്ത് വെച്ചിട്ടുള്ള മെറ്റീരിയൽസാണ്. വേറൊരു സൈറ്റ് ഉണ്ട് കണ്ടോ, ടെക്സ്ചറിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ ബാക്കി കണ്ടോ, 3 ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് PBR മെറ്റീരിയൽ എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത്. PBR മെറ്റീരിയൽ PBR എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ബേസ്ഡ് റെൻഡറിംഗ് മെറ്റീരിയൽ എന്നാണ് PBRന്റെ ഫുൾ ഫോം, അല്ലെങ്കിൽ അതിന്റെ എക്സ്പാൻഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ തന്നെ നമ്മൾ PSB അഥവാ ഫിസിക്കലി ബേസ്ഡ് ഷെയ്ഡിംഗ് മെറ്റീരിയൽ എന്നും പറയാറുണ്ട്. ഇപ്പൊ നമ്മളൊരു PBR മെറ്റീരിയൽ എടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു മെറ്റീരിയൽ തന്നെ ആയിക്കോട്ടെ. ഈ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ 3 മാപ്സ് വെച്ചിട്ടാണ്. AO, ബംപ്, ഡിഫ്യൂസ്, ഡിസ്പ്ലേസ്മെന്റ്, നോർമൽ, റഫ്നെസ്, സ്പെക്കുലർ. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്ര മാപ്സ്, ഈ 6 മാപ്സും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി ഈ ഒരു മെറ്റീരിയലിനെ നമുക്ക് 3ds മാപ്സിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഡൗൺലോഡ് ആക്കണം. അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ ഓൾ മാപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ 4K ആണ് എടുക്കുന്നത്. ഇപ്പൊ എന്താവുന്നുണ്ട്, മെറ്റീരിയൽ ഇവിടെ ഡൗൺലോഡായി വരുന്നുണ്ട്. ഓക്കെ, ഡൗൺലോഡായി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഡൗൺലോഡിങ് എന്താവും, തീരും കേട്ടോ. നമ്മുടെ PBR മെറ്റീരിയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, അതിനെ ഷോൺ ഫോൾഡറിൽ വന്നിട്ട് എടുക്കുക കേട്ടോ.
ഇവിടെ വന്നിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. കട്ട് ഡെസ്ക്ടോപ്പിൽ സേവ് ആക്കാം. നിങ്ങൾ ഡെസ്ക്ടോപ്പിലല്ല സേവ് ആക്കേണ്ടത്, വേറെ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിൽ സേവ് ആക്കണം. ഞാനിതിപ്പോൾ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഡെസ്ക്ടോപ്പിൽ സേവ് ആക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇത് തന്നെ എക്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാണ്. ഓക്കെ, എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് 3 ടെക്സ്ചേഴ്സ് ആണുള്ളത് അല്ലേ. ഈ ടെക്സ്ചറുകളെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് എന്താക്കണം, ഒരു മെറ്റീരിയൽ ആക്കി മാറ്റണം. അപ്പൊ അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് 3ds Maxലാണ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഞാൻ 3ds Maxൽ വന്നു. 3ds Maxൽ ഇപ്പൊ നമുക്ക് ഇവിടെ കുറെ ടൂൾസ് ഓൾറെഡി 3ds Maxലുണ്ട്. പക്ഷെ നമുക്ക് വേറെ ടൂൾ വേണം. മെറ്റീരിയൽ ടെക്സ്ചർ ലോഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂൾ വേണം. മെറ്റീരിയൽ ടെക്സ്ചർ ലോഡർ നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കുറെ മാപ്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാപ്സിനെ എല്ലാം കൂടെ മാറ്റിയിട്ട് ഒരു മെറ്റീരിയൽ ആക്കി മാറ്റണം, പെട്ടെന്ന് ഒരു മെറ്റീരിയൽ ആക്കി മാറ്റണം. അതിന് നമുക്ക് മെറ്റീരിയൽ ടെക്സ്ചർ ലോഡർ യൂസ് ചെയ്യാം. ഈ മെറ്റീരിയൽ ടെക്സ്ചർ ലോഡർ എന്ന് പറയുന്നത് മാപ്സിലുള്ളൊരു സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ എന്നുള്ളത് നോക്കാം അല്ലെ. നേരത്തെ VMPP4 ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ ഇവിടെ ടൂളാക്കി വെച്ചതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഒരു ടൂളാക്കി മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റിംഗിൽ വരാം. സ്ക്രിപ്റ്റിംഗിൽ വന്നിട്ട് റൺ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ വരാം. എന്നിട്ട് എവിടെയാണോ നമ്മുടെ മാപ്സ് മെറ്റീരിയൽ ടെക്സ്ചർ ലോഡർ ഒഴിച്ചിട്ടുള്ളത് അവിടെ വരിക. ഡിയില് ഡിസൈൻ ടൂൾസിലാണ് ഞാനത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എവിടെയാണോ പ്ലേസ് ചെയ്തിട്ടുള്ളത് അവിടെ വന്നിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. മെറ്റീരിയൽ ടെക്സ്ചർ ലോഡർ, അതിനകത്ത് MLT 1.24 ഉണ്ട്. ഞാൻ മെറ്റീരിയൽ ടെക്സ്ചർ ലോഡർ 1.20 ആണ് കേട്ടോ എടുക്കുന്നത്. മെറ്റീരിയൽ ടെക്സ്ചർ ലോഡർ ഇവിടെ വന്നു. ഇപ്പൊ നമ്മൾ ഒരു PBR മെറ്റീരിയൽ നമ്മൾ ഡൗൺലോഡ് ആക്കി അതിനെ ഇതിലേക്ക് കൊണ്ടുപോകുന്നു, വീണ്ടും നമ്മളൊരു PBR മെറ്റീരിയൽ ആക്കി. അപ്പൊ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഈ സ്ക്രിപ്റ്റിംഗിൽ പോയിട്ട് ഈ മെറ്റീരിയൽ ടെക്സ്ചർ ലോഡർ ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ കസ്റ്റമൈസിൽ വരിക, കസ്റ്റം യൂസർ ഇന്റർഫേസിൽ വരിക. എന്നിട്ട് ഒരു ന്യൂ ക്ലിക്ക് ചെയ്യുക. ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പുതിയ ടൂൾ ഉണ്ടാകും. ഞാനിവിടെ മാക്സ് ടെക്സ്റ്റ് ലോഡ് എന്നാണ് കൊടുത്തത്. നിങ്ങൾക്ക് അതിന്റെ ഫുൾ നെയിം കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഏത് നെയിമും കൊടുക്കാം കേട്ടോ. ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് ആ ടൂളിനെ എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഓൾ കമാൻഡ്സിൽ വരിക, അല്ലെങ്കിൽ കാറ്റഗറിയിൽ വന്നിട്ട് DMZ ആക്കുമ്പോൾ മെറ്റീരിയൽ ടെക്സ്ചർ ലോഡർ കിട്ടും. ഇതിനെ നേരെ എന്ത് ചെയ്യും, ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കൊണ്ടുപോയിടുക. അപ്പൊ നമ്മുടെ മെറ്റീരിയൽ ടെക്സ്ചർ ലോഡർ ഒരു ടൂളായി മാറിയിട്ടുണ്ട്. ഇതിനെന്ത് ചെയ്യണം, ഇവിടുന്ന് എടുത്തിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ആവശ്യമില്ല. ഇത് ക്ലോസ് ചെയ്തെന്ന് വെച്ചോ. ഇത് നമ്മൾ ഇവിടെ പോയിട്ട് സ്ക്രിപ്റ്റിംഗിൽ പോയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ എപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എടുക്കാം. ഓക്കെ, മെറ്റീരിയൽ ടെക്സ്ചർ ലോഡറിന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് PBR മെറ്റീരിയലിനെ ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലോഡ് ടെക്സ്ചർ എന്ന് പറയുന്ന ഓപ്ഷനിൽ വരിക. ലോഡ് ടെക്സ്ചർ എന്ന് പറയുന്ന ഓപ്ഷനിൽ വരിക. അപ്പൊ ഞാൻ നേരത്തെ നമ്മളാക്കി വെച്ചത് ഇതാണ്, നമ്മളാക്കി വെച്ച മെറ്റീരിയൽ. ഇതിന് വന്നിട്ട് കംപ്ലീറ്റ് എല്ലാത്തിനും എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഇനി
ഡിഫ്യൂസിൽ കറക്റ്റ് ഡിഫ്യൂസിന്റെ മാപ്പ്, എയോ കറക്റ്റ് എയോയില്, ഇതെല്ലാം കറക്റ്റ് ആയിട്ടായിരിക്കും എന്തായിട്ടുള്ളത് വന്നിട്ടുണ്ടാവുക. ഇനി ഇതിനെ നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ ആക്കി മാറ്റിയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ എന്ത് ചെയ്താൽ മതി, ക്രിയേറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ പേര് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, പേര് കൊടുക്കാം. ഓക്കെ ചെയ്യാം. അപ്പൊ എന്തായിട്ടുണ്ട്, മെറ്റീരിയൽ ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ എഡിറ്ററിലേക്ക് ഇതിനെ എന്ത് ചെയ്യണം, ബ്രിങ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മെറ്റീരിയൽ എഡിറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് 2 ഓപ്ഷൻ ആണെന്നുള്ളത്. ഒന്ന്, നമുക്ക് ഇതിനെ നേരെ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം, എന്നിട്ട് ഇൻസ്റ്റൻസ് അടിച്ചു കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സാമ്പിൾ സ്ലോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ സാമ്പിൾ സ്ലോട്ടിൽ വന്നിട്ട് എനിക്കിപ്പോ 4ാമത്തേലാണ് ഇത് കിട്ടണ്ടേ. അപ്പൊ ഞാൻ 4 എന്നുള്ള നമ്പർ അടിച്ചു കൊടുത്തു. എന്നിട്ട് ഇവിടെ സാമ്പിൾ സ്ലോട്ട് എന്നുള്ളത് എന്ത് ചെയ്യാം, ഒന്ന് ക്ലിക്ക് ചെയ്യാം. സാമ്പിൾ സ്ലോട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽ ഏതിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും, 4ാമത്തെ സാമ്പിൾ സ്ലോട്ടിലേക്ക് ആ മെറ്റീരിയൽ വന്നിട്ടുണ്ടാകും. ഈ 4ാമത്തെ സാമ്പിൾ സ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ കേട്ടോ, ആ മെറ്റീരിയൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് കണ്ടില്ലേ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ അപ്ലൈ ചെയ്യാണ്. ഇതിനെ അപ്ലൈ ചെയ്യാൻ വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമ്മൾ ഇതുവരെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യാൻ. നമ്മളൊരു ഒബ്ജക്റ്റിനെ വരയ്ക്കുക. ഞാനൊരു പ്ലെയിൻ ആണ് വരയ്ക്കുന്നത് കേട്ടോ. ഒരു പ്ലെയിൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, പ്ലെയിനിൽ നിങ്ങൾക്ക് ഡയമെൻഷൻസ് ഒക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു പ്ലെയിൻ ഇങ്ങനെ എടുത്ത് വരച്ചിട്ടേ ഉള്ളൂ. ഇനി ഈ പ്ലെയിനിലേക്കാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നേരെ എന്ത് ചെയ്താൽ മതി, ആ സെയിം മെറ്റീരിയൽ കൊടുത്താൽ മതി. നിങ്ങൾക്ക് UVW മാപ്പോ അല്ലെങ്കിൽ മാപ്പ് സ്കെയിലറൊക്കെ വെച്ചിട്ട് ഇതിന്റെ മാപ്പ് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ മാപ്പൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, ജസ്റ്റ് റണ്ടർ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ. ഓക്കെ, ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലെ. ഇനി ഒന്നും കൂടി കാണിച്ചു തരട്ടെ എങ്ങനെയാണ് PBR മെറ്റീരിയൽ ചെയ്യാന്നുള്ളത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഞാൻ ഇവിടെ വന്നു, സൈറ്റിൽ വന്നു, ടെക്സ്റ്റൈൽസിൽ വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഒരു മെറ്റീരിയൽ എടുക്കാൻ പോവാം. ഈ മെറ്റീരിയലാണ് എടുക്കാൻ പോകുന്നത്. ഈ മെറ്റീരിയൽ നമുക്ക് കിട്ടണമെങ്കിൽ നേരെ എന്ത് ചെയ്യുക, ഈ ഓൾ മാപ്പിൽ വരിക. എന്നിട്ട് ഏത് ക്വാളിറ്റിയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡൗൺലോഡ് നടക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഡൗൺലോഡ് ആയി എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ക്ലിയറായിട്ടുണ്ട് ഡൗൺലോഡ്. ഓക്കെ, ഡൗൺലോഡ് കഴിഞ്ഞു. അപ്പോൾ ഷോ ഇൻ ഫോൾഡർ നോക്കുക, അത് വന്നിട്ടുണ്ടായിരിക്കും. അതിന് നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് എവിടെയാണോ നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത്, ഞാൻ ഡെസ്ക്ടോപ്പിലാണ് പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇതിനെന്ത് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ആ സംഭവം ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. എന്താണ് ആ ഫയൽ കേട്ടോ. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി ഇതിനെന്താക്കി മാറ്റണം, മെറ്റീരിയൽ ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാൻ GDS Maxൽ വന്നു. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ ടെക്സ്ചർ ഓർഡർ. നമ്മൾ നേരത്തെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതെടുക്കുക. അപ്പോൾ എന്തായിട്ടുണ്ട്, മെറ്റീരിയൽ ടെക്സ്ചർ ഓർഡർ വന്നിട്ടുണ്ട്. പിന്നെ ലോഡ് ടെക്സ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരിക. എന്നിട്ട് നമ്മൾ എല്ലാ മാപ്സിനും എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക.
എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ എല്ലാ മാപ്സും ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ക്രിയേറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് വേറെ മെറ്റീരിയലിന്റെ പേര് കൊടുക്കുകയാണെങ്കിൽ പേരൊക്കെ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ പേര് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഓക്കെ കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഇതിനെ നേരെ ഡ്രാഗ് ചെയ്തിട്ട് ഏതിലേക്കാണോ വേണ്ടത് അതിലേക്ക് ഇടുക. അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ലോട്ട് സെലക്ട് ചെയ്യുക. സ്ലോട്ടിന്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എനിക്ക് 5ാമത്തേക്കാണ് വേണ്ടത്, അപ്പോൾ 5 എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് സാമ്പിൾ സ്ലോട്ട് എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സാമ്പിൾ സ്ലോട്ട് എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ലോട്ടിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ആ മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മെറ്റീരിയൽ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇതായിരുന്നു എൻ്റെ 4ാമത്തെ ടിപ്പ്. ഇനി ഞാൻ എൻ്റെ ലാസ്റ്റ് ടിപ്പ് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഇതുപോലെ കുറേ സൈറ്റ്സിൽ നിന്നൊക്കെ കുറേ മെറ്റീരിയൽസ് ഒക്കെ കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും മെഷ് കൊണ്ടുവരുമ്പോൾ ആ മെഷിൽ നിന്ന് നിങ്ങൾ പിക്ക് ചെയ്തെടുക്കുന്ന മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഈ കിട്ടുന്ന മെറ്റീരിയലൊക്കെ പിന്നെ നമുക്ക് അടുത്തൊരു ഫയൽ ഓപ്പൺ ആക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ആ മെറ്റീരിയൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് നമുക്ക് എന്ത് ചെയ്യണം, ആ മെറ്റീരിയലിനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. അപ്പോൾ നമുക്കൊരു മെറ്റീരിയലിന്റെ കളക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ബിറ്റ് മാപ്പിന്റെ കളക്ഷൻ അല്ല ഉണ്ടാക്കുന്നത്, മെറ്റീരിയലിന്റെ കളക്ഷനാണ്. മെറ്റീരിയലിന്റെ കളക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ മെറ്റീരിയലിന്റെ കളക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ നമ്മളിപ്പോൾ ഈ കൊടുത്തിട്ടുള്ള ഈ മെറ്റീരിയൽ ഇതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കളക്ഷനാക്കി മാറ്റാൻ പോവാണ്. അതിന് കളക്ഷനാക്കി മാറ്റാൻ പോവാൻ വളരെ സിമ്പിളാണ് കാര്യം. ഇവിടെ ഗെറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഗെറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നിട്ട് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ആരോയിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ന്യൂ മെറ്റീരിയൽ ലൈബ്രറി എന്ന് കാണും. ഈ ന്യൂ മെറ്റീരിയൽ ലൈബ്രറിയിൽ നിങ്ങൾക്ക് ഏതാണോ കാറ്റഗറി വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഇവിടെ PBR ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, പേര് കൊടുക്കുന്നില്ല. ഞാൻ ക്യാൻസൽ ചെയ്യാണ്. നിങ്ങളവിടെ എന്ത് ചെയ്യുക, പേര് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനെ മെറ്റീരിയൽ ലൈബ്രറിയിലേക്ക് PBR ലൈബ്രറിയിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സെലക്ട് ചെയ്യുക. നമുക്ക് ഏത് മെറ്റീരിയലാണോ മാറ്റേണ്ടത് ആ മെറ്റീരിയൽ സെലക്ട് ചെയ്യുക, സ്ലോട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഉണ്ടായിരിക്കും പുട്ട് ടു ലൈബ്രറി എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ലൈബ്രറീൻ്റെ ഇത് ചോദിക്കും. അപ്പോൾ ഞാൻ PBR മെറ്റീരിയൽ എന്നുള്ള ലൈബ്രറിയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അത് അതിനകത്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇനി നമുക്കൊന്ന് എടുത്ത് നോക്കുകയല്ലേ. ഗെറ്റ് മെറ്റീരിയലിൽ വരിക, ഇവിടെയാണ് PBR മെറ്റീരിയൽ, കണ്ടോ. ഇതിനകത്തേക്ക് വന്നിട്ടില്ലല്ലോ. ഇതിനകത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ആ മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണോ വേണ്ടത്, ഇപ്പോൾ ഇതിൻ്റെ നേരെ കോപ്പി ചെയ്തിട്ട് ഇതേക്കിടുക കേട്ടോ. ഇതിൽ നമുക്ക് എന്താവും, ആ മെറ്റീരിയൽ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെറ്റീരിയൽസിനെ സേവ് ചെയ്തിട്ട് ഒരു ലൈബ്രറി എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അതിൽ നമുക്ക് ആവശ്യமான സമയത്ത് നമുക്ക് ആ മെറ്റീരിയൽ എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും എന്ന് വിചാരിക്കണം. മാക്സിമം കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാം കേട്ടോ. ആദ്യം ഞാൻ മൊത്തമായിട്ട് 5 ടിപ്സാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ 1ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞത് നമ്മുടെ എല്ലാ മെറ്റീരിയൽ സ്ലോട്ടിനെയും ഡീഫാൾട്ട് ആയിട്ട് തന്നെ V-Ray മെറ്റീരിയൽസ് ആക്കാനുള്ള ടിപ്പാണ് പറഞ്ഞത്. പിന്നെ ഗാമ കറക്ഷൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. പിന്നെ VMPP4ന്റെ ആപ്ലിക്കേഷൻ പറഞ്ഞു. PBR മെറ്റീരിയലിനെ ഡൗൺലോഡ് ചെയ്യാനും PBR മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാനും പറഞ്ഞു. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മെറ്റീരിയൽസിനെ സേവ് ചെയ്യാനും ഉള്ള ഓപ്ഷനും പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ 5 ടിപ്സ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഓക്കെ.